നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡീസൽ വില വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. വിലവർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ. ശനിയാഴ്ച ഇടത് BJP ഹർത്താൽ. വാണിയംകുളം പാവുക്കോണത്ത് ബസ് മറിഞ്ഞ് 40ഓളം പേർക്ക് പരിക്ക്. കോതയൂരിൽ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാല നിർമ്മാണം. RBDC സംഘം സ്ഥലം പരിശോധിച്ചു. സ്വകാര്യ ഭൂമിയും ഏറ്റെടുക്കേണ്ടി വരും. മേൽപ്പാല നിർമ്മാണത്തെ ചൊല്ലി തർക്കവും. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനത്തിനെതിരെ ജനകീയ സമിതി രംഗത്ത്. മറ്റു പഞ്ചായത്തുകളിൽ നിന്നുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന് ജനകീയ സമിതി. പ്രതിഷേധം വസ്തുതകൾ മനസ്സിലാക്കാതെയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഒഴിവുവന്ന സ്ഥിരം സമിതികളിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. മുസ്ലിം ലീഗിന് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനം നഷ്ടമാവും. വാർത്തകൾ വിശദമായി. ഡീസൽ വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തം. വിവിധ കേന്ദ്രങ്ങളിൽ CPM-ഉം BJP-യും വിവിധ സംഘടനകളും പ്രകടനം നടത്തി. വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച ഇടതുപക്ഷവും BJP-യും ഹർത്താൽ ആചരിക്കും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ഡീസൽ വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വിവിധ കക്ഷികളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. വിലവർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടന്നു. ചെർപ്പശ്ശേരിയിൽ CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന് നേതാക്കളായ KV സുഭാഷ്, PA ഉമർ, K നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. BJP-യും ചെർപ്പശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നേതാക്കളായ P. ജയൻ, BMS മേഖലാ പ്രസിഡന്റ് ബാബുദാസ്, K. രാജു, ഗോപാലകൃഷ്ണൻ, ഹരിദാസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. SDPI-യും ചെർപ്പശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. K. മജീദ്, TM മുസ്തഫ, KT ബഷീർ എന്നിവർ നേതൃത്വം നൽകി. വാണിയംകുളത്തിനടുത്ത് പാവുക്കോണത്ത് ബസ് വയലിലേക്ക് മറിഞ്ഞ് 40ഓളം പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പാവുക്കോണത്ത് നിന്നും ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന മടത്തിൽ ട്രാവൽസ് എന്ന ബസ്സാണ് പാവുക്കോണം യാറമ്പടിയിൽ പാടത്തേക്ക് മറിഞ്ഞത്. ബസിന്റെ മുൻവശത്തെ ലീഫ് സെറ്റിനുണ്ടായ തകരാറ് മൂലം നിയന്ത്രണം വിട്ട് ബസ് പാടത്തേക്ക് മറിയുകയായിരുന്നു. രാവിലെ 9 മണിയോടെയാണ് അപകടം ഉണ്ടായത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 60ലധികം പേർ ബസ്സിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു. പരിക്കേറ്റവരെ വാണിയംകുളത്തെയും ഒറ്റപ്പാലത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തകർന്ന റോഡാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. വാണിയംകുളം കോതയൂരിൽ ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പാലപ്പുറം പുലവർ ഹൌസിൽ 17കാരനായ ആനന്ദാണ് മരിച്ചത്. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പാലപ്പുറം രാഘവേന്ദ്ര നിവാസിൽ രാഘവേന്ദ്രയ്ക്കാണ് പരിക്കേറ്റത്. ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രതിനിധികൾ സ്ഥലം പരിശോധിച്ചു. റെയിൽവേയുടെ സ്ഥലവും സ്വകാര്യ ഭൂമിയും മേൽപ്പാലം നിർമ്മിക്കാൻ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് RBDC അസിസ്റ്റന്റ് ജനറൽ മാനേജർ പറഞ്ഞു. സ്ഥലം ഏറ്റെടുക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെ സഹായം തേടും. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന്റെ മുന്നോടിയായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ MJ തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അങ്ങാടിപ്പുറത്ത് സ്ഥലം പരിശോധനയ്ക്ക് എത്തിയത്. മേൽപ്പാലം നിർമ്മാണത്തിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതിന് RBDC ചുമതലപ്പെടുത്തിയ കിറ്റ്കോയുടെ സീനിയർ ഓഫീസർ ബെന്നി പോൾ, KM ലത്തീഫ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. അങ്ങാടിപ്പുറം അൽപ്പാക്കുളം മുതൽ ഗവൺമെന്റ് പോളിടെക്നിക് ക്വാർട്ടേഴ്സ് വരെ നീളത്തിലും 8 മീറ്റർ വീതിയിലുമാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പാലം നിർമ്മിക്കുന്ന സ്ഥാനത്തിന്റെ നീളവും റോഡിന്റെ വീതിയും സംഘം കണക്കാക്കി. മേൽപ്പാലം നിർമ്മിക്കുന്നതിന് റെയിൽവേയുടെ 27 മീറ്റർ വീതിയുള്ള സ്ഥലവും ചില ഭാഗങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് RBDC അസിസ്റ്റന്റ് മാനേജർ MJ തങ്കച്ചൻ പറഞ്ഞു. ഇതിന്റെ കൺസൾട്ടിംഗ് ഏജൻസി അവർ സർവേ നടത്തി ഒരു ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് ഉണ്ടാക്കി റെയിൽവേക്ക് സമർപ്പിക്കും. റെയിൽവേയുടെ അംഗീകാരം ലഭിച്ച ശേഷം മാത്രമാണ് സ്ഥലം എന്തെങ്കിലും ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള നടപടി റവന്യൂ വകുപ്പിനെ ഏൽപ്പിക്കും. റവന്യൂ വകുപ്പ് സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞ് മാത്രമേ ബാക്കി നിർമ്മാണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ടോട്ടൽ 500 മീറ്റർ നീളത്തിലാണ് പ്ലസ് റെയിൽവേ പാലത്തിന്റെ നീളം ഒരു 20 മീറ്റർ, ചിലപ്പോൾ 25-30 മീറ്റർ റെയിൽവേയുടെ ഒരു പ്ലാൻ ഉണ്ട്. അത് അവരാണ് തീരുമാനിക്കുന്നത്. റെയിൽവേയാണ് ബാക്കി റെയിൽവേയുടെ ഭാഗം അവർ നിർമ്മിക്കും. ബാക്കിയുള്ളത് RBDC ആണ് നിർമ്മിക്കുന്നത്.
മേൽപ്പാലം 8 മീറ്റർ വീതിയിൽ നിർമ്മിക്കുമ്പോൾ നിലവിലുള്ള താഴത്തെ റോഡ് 10 മുതൽ 12 മീറ്റർ വരെ വീതി വേണ്ടിവരുമെന്ന് RBDC സംഘം വിലയിരുത്തി. ഇതിനനുസരിച്ചാണ് നിലവിലെ റോഡിന്റെ വശങ്ങളിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരിക എന്ന് സംഘം അറിയിച്ചു. സ്ഥലം ഏറ്റെടുക്കുന്നതിന് RBDC ജില്ലാ ഭരണകൂടത്തിന്റെ സഹായം തേടും. സ്ഥലം വേഗത്തിൽ ഏറ്റെടുക്കാനായാൽ ഈ വർഷം തന്നെ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനാവും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഉമ്മർ അറക്കൽ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K റംല, DCC സെക്രട്ടറി P രാധാകൃഷ്ണൻ, പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു തുടങ്ങിയവരും അങ്ങാടിപ്പുറത്ത് എത്തിയിരുന്നു. മേൽപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ജനപ്രതിനിധികൾ RBDC സംഘത്തെ അറിയിച്ചു. അങ്ങാടിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് RBDC സംഘം പരിശോധന നടത്തുന്നതിന് മുമ്പ് തർക്കവും. മേൽപ്പാല നിർമ്മാണത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിലാണ് തർക്കമുണ്ടായത്. തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. അങ്ങാടിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മേൽപ്പാലം ജനകീയ കൂട്ടായ്മയും റെയിൽവേ മേൽപ്പാലത്തിന് പകരം ബൈപ്പാസോടുകൂടിയ മേൽപ്പാലം വേണമെന്ന ആവശ്യവുമായി ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റിയും രംഗത്തുണ്ട്. ഇരു വിഭാഗവും രംഗത്തുള്ളത് തർക്കത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് RBDC സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് പാലം നിർമ്മാണത്തിന് സഹകരണവുമായി രംഗത്തുള്ള മേൽപ്പാലം ജനകീയ കൂട്ടായ്മയിൽപ്പെട്ടവരും മേൽപ്പാലം നിർമ്മാണത്തെ എതിർക്കുന്ന ചിലരും തമ്മിൽ തർക്കമുണ്ടായത്. കോറോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റി ചെയർമാനും അങ്ങാടിപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റുമായ ജോസ് വർഗീസ് മേൽപ്പാലം നിർമ്മാണത്തെപ്പറ്റി RBDC പ്രതിനിധികളോട് പരാതി പറഞ്ഞതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്കും നീങ്ങി. തർക്കം കയ്യാങ്കളിയിൽ എത്തിയതിനെ തുടർന്ന് പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ മനോജ് പറയട്ടയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ജനപ്രതിനിധികളും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഇതേസമയം RBDC സംഘം മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരിശോധന പൂർത്തിയാക്കി. ഇടതുപക്ഷ മനസ്സ് തകർക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശി. നിസ്സാരവും അയാഥാർത്ഥ്യവുമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നതിന് പിന്നിലെ അജണ്ട ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. CITU മണ്ണാർക്കാട് ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK ശശി. സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കേണ്ട മാധ്യമങ്ങൾ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഇതോടെ നിസ്സാരമായ കാര്യങ്ങളെ പോലും പൊലിപ്പിച്ചു കാണിക്കുന്നു. ഇതിന്റെ പിന്നിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെ പിന്തിരിപ്പിക്കുകയും അതിലൂടെ ഇടതുപക്ഷത്തെ തകർക്കുക എന്നതുമാണ്. മാധ്യമങ്ങളുടെ ഈ ലക്ഷ്യം എല്ലാവരും തിരിച്ചറിയണമെന്നും PK ശശി പറഞ്ഞു. സമൂഹത്തെ ശരിയേക്ക് നയിക്കുക എന്ന കടമ നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട മീഡിയ മാധ്യമങ്ങൾ ഇന്ന് അവരുടെ സ്വകാര്യ താല്പര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ അകത്തെയും ഈ നാടിന്റെ ഇടതുപക്ഷ മനസ്സ് തകർക്കുക, ഈ നാടിന്റെ ഇടതുപക്ഷ മനസ്സ് തകർക്കാൻ ഇല്ലാത്ത കമരം വാസിക്കുകയാണ്. അവർ ഇല്ലാത്ത കമരം നേരിടുകയാണ്. ഒരു ജനതയുടെ ബോധത്തിൽ വിസങ്കടപ്പെടുകയാണ് ചെയ്യുക. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണ്. ആ പ്രവർത്തനമാണോ മാധ്യമങ്ങൾ നിർവഹിക്കുന്നത്? നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവമായ പ്രശ്നങ്ങളുടെ മുമ്പിൽ സ്പന്ദിക്കുകയും വളരെ നിസ്സാരമായ കാര്യങ്ങളും അയഥാർത്ഥമായ കാര്യങ്ങളും കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ഒരു ജനസമൂഹത്തിന്റെ തലച്ചോറിൽ വിസങ്കടപ്പെടുകയും ചെയ്യുന്ന ജോലി നമ്മുടെ മുഖ്യധാരാ ഡിവിഷൻ പ്രസിഡന്റ് TR സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP മസൂദ്, ഏരിയ സെക്രട്ടറി M ചന്ദ്രശേഖരൻ, PG ബാലൻ, A അരവിന്ദാക്ഷൻ, P മനോമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ N സുരേഷ് കുമാർ രക്തസാക്ഷി പ്രമേയവും രാമകൃഷ്ണൻ അനുശോചന പ്രമേയവും, KP മസൂദ് പ്രവർത്തന റിപ്പോർട്ടും, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി N ഉണ്ണികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനത്തിനെതിരെ ജനകീയ സമിതി രംഗത്ത്. പൊതുശ്മശാന നടത്തിപ്പിനായി ഗ്രാമപഞ്ചായത്ത് എടുത്ത തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമിതി രംഗത്തെത്തിയിരിക്കുന്നത്.
4 ഗ്രാമപഞ്ചായത്തുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആധുനിക നവീകരണ വൈദ്യുത ശ്മശാനം നിർമ്മിക്കാനാണ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ 4 ഗ്രാമപഞ്ചായത്തുകൾക്കുമായി ശ്മശാനം ആരംഭിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടവരുമെന്ന് ജനകീയ സമിതി ആരോപിക്കുന്നു. ഒരേ സമയം 3 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സൗകര്യത്തിൽ ആധുനിക വൈദ്യുതി ശ്മശാനം നിർമ്മിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഇത് സർവകക്ഷി യോഗത്തിലും അംഗീകരിക്കപ്പെട്ടിരുന്നുവെന്നും സമിതി പറഞ്ഞു. ഇതിനെതിരെയാണ് ജനകീയ സമിതി രൂപീകരിച്ചത്. ശ്മശാനത്തിനെതിരല്ലെന്ന് വ്യക്തമാക്കുന്ന സമിതി മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് തടയുമെന്ന നിലപാടിലാണുള്ളത്. ശ്മശാനം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് മാത്രമായി നിജപ്പെടുത്തണമെന്നാണ് സമിതിയുടെ ആവശ്യം. ഇതിനായി മുഖ്യമന്ത്രിക്കും MP, MLA, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർക്ക് നിവേദനം നൽകുമെന്നും ഗ്രാമപഞ്ചായത്തിന്റെ ഇത്തരം അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജനകീയ സമിതി സെക്രട്ടറി പ്രദീപൻ ഡൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. അത് കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ മാത്രമാക്കി മാറ്റണം എന്നാണ് ജനകീയ സമിതിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം തിരുവില്ലാമലയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇതേപോലെയുള്ള ശവം കൊടുന്ന് കത്തിക്കലും അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ഒരു പഞ്ചായത്തിലേക്ക് മാത്രമാക്കി അത് മാറ്റുകയും ചെയ്ത ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ആ തിരുവില്ലാമലയിൽ വേറൊരു പ്രതിരൂപം ഇവിടെ ഉണ്ടാക്കും എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഇവിടെ ജനകീയ സമിതിക്കുമുണ്ട്, ഇവിടുത്തെ അയൽവക്കം ഇവിടുത്തെ ആൾക്കാർക്കുമുണ്ട്, ഇവിടെ ചുറ്റുവട്ടത്തുള്ള പല ആൾക്കാർക്കുമുണ്ട്. 4 പഞ്ചായത്തിനായിട്ട് നടപ്പിലാക്കാൻ ഈ ജനകീയ സമിതിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞങ്ങൾ സമ്മതിക്കുന്നത് ഞങ്ങളുടെ നിങ്ങളോട് അറിയിക്കുകയാണ്. അത് അതിന് വേണ്ടിയുള്ള നടപടികൾ അത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. കടമ്പഴിപ്പുറം വേട്ടക്കര റോഡിൽ 1.5 ഏക്കർ സ്ഥലത്താണ് പൊതുശ്മശാനം നിലനിൽക്കുന്നത്. എന്നാൽ നിലവിൽ ശ്മശാനം കാടുകെട്ടി കിടക്കുകയാണ്. മുൻപ് ഗ്രാമപഞ്ചായത്ത് ശ്മശാന സ്ഥലം മത്സ്യ മാംസ മാർക്കറ്റ് ആരംഭിക്കുന്നതിനായി പദ്ധതിയിട്ടിരുന്നുവെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധത്തെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയായിരുന്നു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനത്തിനെതിരെ ജനകീയ സമിതി രംഗത്തെത്തിയിരിക്കുന്നത് വസ്തുതകൾ മനസ്സിലാക്കാതെയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥൻ ഡെന്നിസ് സിറ്റി ന്യൂസിനോട് പറഞ്ഞു. ആധുനിക വൈദ്യുതി ശ്മശാനം നിർമ്മിക്കുന്നതിന് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച തുക തികയില്ലെന്നും അതുകൊണ്ടാണ് മറ്റ് 3 ഗ്രാമപഞ്ചായത്തുകളിലും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും കെ രവീന്ദ്രൻ പറഞ്ഞു. ഈ 2 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള യാതൊരുവിധ സ്മെല്ലും വരാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചിട്ട് നടപ്പാക്കുന്ന ഒരു ശ്മശാനത്തിന്റെ പ്രവർത്തനമാണ് നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിനനുസരിച്ച് മറ്റ് തികയാത്ത സംഖ്യ 20 ലക്ഷം കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത്, 20 ലക്ഷം കരിപ്പുഴ പഞ്ചായത്ത്, 20 ലക്ഷം ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത്, 20 ലക്ഷം പൂക്കോട്ട് പഞ്ചായത്ത്, അങ്ങനെ 80 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ MLAയുടെ ഫണ്ടിൽ നിന്നും തരാം എന്ന് ഏറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന സംഖ്യ ഗവൺമെന്റിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് ഈ ശ്മശാനത്തിന് വേണ്ടി തരീക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാം, അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചോളാം എന്ന് MLA ഏറ്റിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ ഒരു ശ്മശാനം തുടങ്ങണം എന്ന് തീരുമാനിച്ചത്. ഇപ്പം നിലവിലുള്ള അവസ്ഥ 20 ലക്ഷം രൂപ കൊണ്ട് ഒന്നും ആവില്ല. ആ പ്രദേശം മുഴുവൻ തന്നെ സ്മെല്ല് പരക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും കത്തിച്ചാൽ. ആ ഒരു ഗതികേട് വരാതിരിക്കുന്നതിന് വേണ്ടി, ഒരു സ്മെല്ലും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി 3 യൂണിറ്റുകളുള്ള ഒരു നല്ല ശ്മശാനം ആധുനിക സൗകര്യത്തോടു കൂടി തന്നെ നല്ലൊരു ഗാർഡനും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അത് മറ്റ് പഞ്ചായത്തുകളുടെ കൂടി സഹായം ഉണ്ടെങ്കിലേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. പെരിന്തൽമണ്ണ നഗരസഭയിലെ പൊതുമരാമത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതികളിലേക്ക് ഒഴിവുവന്ന അംഗങ്ങളെ വെള്ളിയാഴ്ച തെരഞ്ഞെടുത്തു. പൊതുമരാമത്ത് സ്ഥിരം സമിതിയിൽ നിന്നും മുസ്ലിം ലീഗിലെ ആലിക്കൽ ദേവദാസും ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ നിന്നും CPMലെ വി അബ്ദുൾ ഹമീദും രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സ്ഥാനം മാറിയെങ്കിലും ഇവർ തന്നെയാണ് ഇരു സ്ഥിരം സമിതികളിലെയും പുതിയ അംഗങ്ങൾ. പെരിന്തൽമണ്ണ നഗരസഭയിലെ 28ാം വാർഡ് പ്രതിനിധി മുസ്ലിം ലീഗിലെ ആലിക്കൽ ദേവദാസ് പൊതുമരാമത്ത് സ്ഥിരം സമിതിയിൽ നിന്നും, CPMലെ 2ാം വാർഡ് അംഗം വി അബ്ദുൽ ഹമീദ് ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ നിന്നും രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. പൊതുമരാമത്ത് സ്ഥിരം സമിതിയിലേക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ നിന്നും രാജിവെച്ച വി അബ്ദുൽ ഹമീദ് മാത്രമാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത്. ഇതേ തുടർന്ന് വി അബ്ദുൽ ഹമീദിനെ പൊതുമരാമത്ത് സ്ഥിരം സമിതിയിലേക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു.
ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്ക് ആരും നാമനിർദ്ദേശ പത്രിക നൽകാത്തതിനെ തുടർന്ന് ആലിക്കൽ ദേവദാസിനെ ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്ക് തിരഞ്ഞെടുത്തതായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചു. ഒരു സ്ഥിരം സമിതിയിലും അംഗമല്ലാത്തതിനാലാണ് നേരത്തെ പൊതുമരാമത്ത് സ്ഥിരം സമിതിയിൽ നിന്നും രാജിവെച്ച ആലിക്കൽ ദേവദാസിനെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗമാക്കാൻ കാരണം. മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് സുരേഷ് നടപടികൾ നിയന്ത്രിച്ചു. സ്ഥിരം സമിതിയിലേക്ക് പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുത്തതോടെ പൊതുമരാമത്ത് സ്ഥിരം സമിതിയിൽ CPM-ന് 3-ഉം UDF-ന് 2-ഉം അംഗങ്ങളായി. ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ ഇരു മുന്നണികൾക്കും 3 അംഗങ്ങൾ വീതമാണുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ മുസ്ലിം ലീഗിലെ സ്ഥിരം സമിതി അംഗം രാജിവെച്ച ഒഴിവിലേക്ക് CPM പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ മുസ്ലിം ലീഗിന് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടും. മുസ്ലിം ലീഗിലെ പച്ചീരി ഫാറൂഖാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ സ്ഥിരം സമിതി ചെയർമാൻ. പച്ചീരി ഫാറൂഖിനെതിരെ CPM കൗൺസിലർമാർ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 28-ാം വാർഡിലെ പാറക്കൽ അരൂർ റോഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു പൊതുമരാമത്ത് സ്ഥിരം സമിതിയിൽ നിന്നും മുസ്ലിം ലീഗിലെ ആലിക്കൽ ദേവദാസ് അംഗത്വം രാജിവെച്ചത്. ആലിക്കൽ ദേവദാസ് രാജിവെച്ച ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ പൊതുമരാമത്ത് സ്ഥിരം സമിതിയിൽ മുസ്ലിം ലീഗിന്റെ അംഗത്വം 1 കുറഞ്ഞു. CPM-ന് 3-ഉം കോൺഗ്രസിന് 1 അംഗവുമാണ് പൊതുമരാമത്ത് സ്ഥിരം സമിതിയിലുള്ളത്. CPM-ന് 3 അംഗങ്ങളുള്ള സാഹചര്യത്തിൽ നിലവിലെ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ മുസ്ലിം ലീഗിലെ പച്ചീരി ഫാറൂഖിന് ചെയർമാൻ സ്ഥാനം നഷ്ടമാകും. പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ പച്ചീരി ഫാറൂഖിനെതിരെ CPM കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 10 ദിവസത്തിനകം അവിശ്വാസ പ്രമേയത്തിന് മേൽ വോട്ടെടുപ്പ് നടക്കും. CPM-ലെ വെള്ളാട്ട് മോഹനൻ, KC മൊയ്തീൻകുട്ടി എന്നിവരിൽ ഒരാളായിരിക്കും പുതുതായി പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തെത്തുക. SSF മണ്ണാർക്കാട് ഡിവിഷൻ സാഹിത്യോത്സവ് ഞായറാഴ്ച വാഴയമ്പ്രം AMUP സ്കൂളിൽ നടക്കും. മത്സരത്തിൽ 350ഓളം പ്രതിഭകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം SYS ജില്ലാ സെക്രട്ടറി നാസർ സഖാഫി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മാപ്പിളപ്പാട്ട്, അറബി ഗാനം, ക്വിസ് തുടങ്ങി 65 ഇനം മത്സരങ്ങൾ 6 വിഭാഗങ്ങളിലായി 7 സ്റ്റേജുകളിൽ നടക്കും. മത്സരത്തിൽ മണ്ണാർക്കാട്ടെ 11 സെക്ടറുകളിൽ നിന്നായി 350ഓളം പ്രതിഭകൾ പങ്കെടുക്കും. വിജയികൾക്ക് വൈകുന്നേരം 7-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോർജ് ബേബി സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. ഹയർ സെക്കൻഡറി, ജനറൽ, ക്യാമ്പസ് എന്നീ 6 വകുപ്പുകളിലായി ഡിവിഷനിലെ സാഹിത്യോത്സവിൽ 300-ലധികം കലാപ്രതിഭകൾ മാറ്റിറക്കും. കാലത്ത് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം SYS-ന്റെ ജില്ലാ സെക്രട്ടറി MA നാസർ സഖാഫി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം കേരള മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമാൻ ജോർജ് ബേബി സാർ ഉദ്ഘാടനം ചെയ്യുകയും ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ പരിശീലനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V വസന്ത പരിശീലനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി, ചാലിശ്ശേരി TB യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട് പരിശീലനം സംഘടിപ്പിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി നടപ്പാക്കുന്ന അക്ഷയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് അധ്യാപകർക്കും സ്കൂൾ JPM-മാർക്കും പരിശീലനം നൽകിയത്. ഡോക്ടർ അബ്ദുൾ റഹ്മാൻ, സുധാകരൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇവിടെ നേരത്തെ കണക്ക് സൂചിപ്പിച്ചതിൽ ഒട്ടനവധി പേർക്ക് ഇത് പകർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസത്തിൽ ഓരോ മണിക്കൂറുകളിൽ ഇത്ര പേർക്ക് എന്ന ഒരു കണക്കാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ക്ഷയരോഗം പേടിക്കാനില്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ അത് തുരത്തി കളഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അതിന് കൃത്യമായ മരുന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, കൃത്യമായ ചികിത്സാ രീതി അതിനുണ്ട്. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചളവറയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന KV രാമൻകുട്ടിയെ അനുസ്മരിച്ചു. ചളവറ പുരതപ്പടിയിൽ വെച്ച് നടന്ന പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. E ചന്ദ്രബാബു, MP ബാലൻ, രാജനാരായണൻ, ശിവദാസൻ എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനങ്ങൾ ശിരസാവഹിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ച ആർജവവും തന്റേടവുമാണ് അദ്ദേഹത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്മരണീയനാക്കുന്നത്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നയാളാണ്, അതിന്റെ സംഘടനാ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നയാളാണ്. അല്ലാതെ ശത്രുവർഗത്തിന്റെ പരിലാളനകൾ ഏറ്റുവാങ്ങി ഈ പാർട്ടിയെ വെല്ലുവിളിക്കുന്നയാളുകളല്ല.
പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ MSF പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് MSF പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. SFI പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപിച്ചായിരുന്നു പ്രകടനം. നേതാക്കളായ CA സാജിദ്, KC സൽമാൻ, CA റാസി, കബീർ പട്ടിശ്ശേരി, CP മുസ്തഫ, MK മുഷ്താഖ് എന്നിവർ നേതൃത്വം നൽകി. കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത്രയും മൃഗീയമായ രീതിയിൽ ആക്രമിക്കപ്പെട്ട പ്രവർത്തകരെ ഒന്ന് സന്ദർശിക്കാൻ പോലും അതിലെ ആളുകൾ തയ്യാറായില്ല എന്നതാണ് സത്യം. ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകരെ മുന്നോട്ട് നിർത്താൻ തയ്യാറാവുകയാണ്. മണ്ണാർക്കാട് മൈലാമ്പാടം വനമേഖലയിലെ വെള്ളക്കെട്ടിൽ താറാവിനോട് സാദൃശ്യമുള്ള പക്ഷിയെ കണ്ടെത്തിയത് നാട്ടുകാർക്ക് കൗതുകമായി. വെറ്റിനറി ഡോക്ടറുടെ അടുത്തും ഇന്റർനെറ്റിലും തേടിയെങ്കിലും ഇത് ഏത് ഇനത്തിൽപ്പെട്ട പക്ഷിയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മൈലാമ്പാടത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ വനമേഖലയോട് ചേർന്നുള്ള വെള്ളക്കെട്ടിൽ കുളിക്കാൻ ചെന്നപ്പോഴാണ് ഒരു കൂട്ടം കാക്കകൾ താറാവിനോട് സാദൃശ്യമുള്ള പക്ഷിയെ ആക്രമിക്കുന്നതായി കണ്ടത്. തുടർന്ന് കാക്കകളെ കല്ലെറിഞ്ഞ് ഓടിച്ച് അടുത്തു ചെന്നപ്പോഴാണ് പക്ഷിയുടെ പ്രത്യേകത ഇവരെ അത്ഭുതപ്പെടുത്തിയത്. കഴുത്തിനും വാലിനും ചിറകിനും നിറത്തിലുമെല്ലാം സാധാരണ കാണുന്ന താറാവിൽ നിന്നും വ്യത്യസ്തമാണ്. സാധാരണ താറാവുകൾ പറക്കാറില്ല, എന്നാൽ ഇത് അത്യാവശ്യം ഉയരത്തിൽ പറക്കുന്നുമുണ്ട്. തുടർന്ന് മൈലാമ്പാടത്തെ സജിയുടെ കടയിൽ കൊണ്ടുവന്ന് കാക്കകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഭാഗത്തെല്ലാം മരുന്ന് തേച്ച് സംരക്ഷിച്ചു വരികയാണ് ഇപ്പോൾ. പിള്ളേർ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് കാക്കകൾ ഇട്ട് കൊട്ടുന്ന കണ്ടിട്ട് ഇത് ഇങ്ങനെ ഈ കുഞ്ഞേട്ടന്റെ പറമ്പിൽ കൂടെ റോഡിൽ ചാടി കാക്കകൾ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പിടിച്ച് പെട്ടെന്ന് അതിന്റെ ബ്ലഡ് ഒഴുകുന്ന ഭാഗത്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് ഞാൻ ഈ റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തോന്നിയത് കളറിലൊരു ചേഞ്ച് തോന്നും, ഒരു പ്രത്യേക കളറ്, പിന്നെ അതിന്റെ ഹെഡും വാലിന് മാറ്റമുണ്ട്, പിന്നെ ചുണ്ടും മാറ്റം. വനപ്രദേശത്ത് നിന്നും ലഭിച്ചതിനാൽ വനപാലകർക്ക് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. എന്നാൽ പക്ഷിയുടെ കാര്യത്തിൽ സംശയം തീർക്കാനായി ഞങ്ങൾ 1-2 മാധ്യമപ്രവർത്തകർ മണ്ണാർക്കാട്ടെ വെറ്റിനറി ഡോക്ടർ ലൈജു M ഫിലിപ്പിനെ സമീപിച്ചു. പക്ഷിയുടെ രൂപത്തിൽ അദ്ദേഹവും അത്ഭുതം പ്രകടിപ്പിച്ചെങ്കിലും ഇത് കുട്ടനാട്ടിൽ കണ്ടുവരുന്ന താറാവ് ഇനമാണെന്നാണ് പറഞ്ഞത്. കാട്ടിൽ ഇത്തരം ജീവികൾ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തുടർന്ന് ഇന്റർനെറ്റിൽ കേരളത്തിൽ ഉൾപ്പെടെ ലോകത്തുള്ള താറാവുകളെയും വിവിധയിനം പക്ഷികളെയുമെല്ലാം പരിശോധിച്ചെങ്കിലും മൈലാമ്പാടത്ത് കണ്ടെത്തിയ പക്ഷിയുടേതിന് തുല്യമായ ഒന്നിനെയും കണ്ടെത്താനായില്ല. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ശ്രീകൃഷ്ണപുരം ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിക്കാനിരുന്ന ബാങ്കിംഗ് സാക്ഷരതാ യജ്ഞം പരിപാടി ഹർത്താലിനെ തുടർന്ന് ഈ മാസം 22 മാറ്റിയതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡീസൽ വില വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. വിലവർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ. ശനിയാഴ്ച ഇടത് BJP ഹർത്താൽ. വാണിയംകുളം പാവുക്കോണത്ത് ബസ് മറിഞ്ഞ് 40ഓളം പേർക്ക് പരിക്ക്. കോതയൂരിൽ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാല നിർമ്മാണം RBDC സംഘം സ്ഥലം പരിശോധിച്ചു. സ്വകാര്യ ഭൂമിയും ഏറ്റെടുക്കേണ്ടി വരും. മേൽപ്പാല നിർമ്മാണത്തെ ചൊല്ലി തർക്കവും. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനത്തിനെതിരെ ജനകീയ സമിതി രംഗത്ത്. മറ്റു പഞ്ചായത്തുകളിൽ നിന്നുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന് ജനകീയ സമിതി. പ്രതിഷേധം വസ്തുതകൾ മനസ്സിലാക്കാതെയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഒഴിവുവന്ന സ്ഥിരം സമിതികളിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. മുസ്ലിം ലീഗിന് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനം നഷ്ടമാവും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.